സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ ഭൂമിയിലെ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ മോശെ വാഗ്ദത്ത ദേശത്ത് കടന്നില്ല എന്നുള്ളത് വലിയൊരു വിരോധാഭാസമല്ലേ? യഥാർത്ഥത്തിൽ കനാൻ ദേശത്ത് കടന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ ഇസ്രായേൽ ദേശത്ത് കടന്നില്ല എങ്കിലും സ്വർഗീയ കനാൻ അദ്ദേഹം അവകാശമാക്കി. ഇനി ആക്ഷരികമായിട്ട് നോക്കിക്കേ, ഭൂമി മുഴുവനിലുള്ള സകല മനുഷ്യരുടെ ഉള്ളിലുണ്ട് നമ്മുടെ മോശയപ്പച്ചൻ. കുഞ്ഞുങ്ങളാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, സമുദായസ്ഥനാകട്ടെ, പെന്തക്കോസുകാരനാകട്ടെ, ഏത് മതസ്ഥനുമാകട്ടെ, അവൻ്റെ അകത്തുണ്ട് മോശയുടെ ന്യായപ്രമാണം. അത് സങ്കീർത്തനം 19 സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ പറയുന്ന ആ സൂര്യൻ്റെ ചൂടേൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണമാണ്. ദൈവം വിശ്വസ്തനാണ്. നമുക്ക് സൗമ്യതയോടെ സംസാരിക്കാം. മൃദുവായ വാക്ക് അസ്ഥികളെ നുറുക്കുന്നു എന്നാണ്. ഷൗട്ടിങ് ഒഴിവാക്കാം. കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ മൃദുവായി സംസാരിച്ച് ശീലിക്കുക.